ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള അവസാനഘട്ട പോളിംഗ് പുരോഗമിക്കുകയാണ്. 1 മണിവരെ 40% കടന്ന പോളിംഗ്. ഹിമാചൽ പ്രദേശിൽ 50% കടന്ന പോളിംഗ്. ബംഗാളിൽ വ്യാപക ആക്രമം. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീജിത്ത്, രാജ്യം ഉറ്റുനോൽക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പോളിംഗ് പുരോഗമിക്കുകയാണ്. താരമണ്ഡലങ്ങളായ വാരണാസി ഉൾപ്പെടെ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചില ആക്രമണങ്ങളൊക്കെ ഉള്ളതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും ബംഗാളിലാണ് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബംഗാളിലെ ജാദവ്പൂരിൽ CPM-ഉം സെക്യുലർ ഫ്രണ്ടും ഏറ്റുമുട്ടലുണ്ടായി. അത് വലിയൊരു അക്രമത്തിലേക്ക് വഴിമാറിയിരുന്നു. അതിനുശേഷം 24 സൗത്ത് പർഗാന ജില്ലയിൽ പോളിംഗ് മെഷീനുകൾ എല്ലാ VVPAT അടക്കമുള്ള എല്ലാ പോളിംഗ് മെഷീനും എടുത്ത് കുളത്തിലെറിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ CPM പ്രവർത്തകരും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വലിയ സംഘർഷമുണ്ടായി. 11 മണിയോട് കൂടിയാണ് അവിടെ പോളിംഗ് പുനരാരംഭിക്കാൻ കഴിഞ്ഞത്. അതാണ് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. മറ്റ് സംസ്ഥാനങ്ങൾ, ബംഗാൾ ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ ഇതുവരെ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോളിംഗ് ഏതാണ്ട് 50%-ലേക്ക് അടുക്കുകയാണ്. ആദ്യഘട്ടത്തിൽ രാവിലെ 8 മണി 9 മണിയോടുകൂടി പോളിംഗ് വളരെ മന്ദഗതിയിലായിരുന്നു. 10%-ലും 20%-ലും അടുത്ത് മാത്രമാണ് എത്തിയിരുന്നത്. എന്നാൽ ഉച്ചയോടുകൂടി 12 മണിയോടുകൂടി പോളിംഗ് 40%-ലേക്ക് കടന്നു. ഹിമാചൽ പ്രദേശിൽ പോളിംഗ് ഏതാണ്ട് 50% കടന്നു കഴിഞ്ഞു. മിക്കവാറും ഇന്ന് രാവിലെ തന്നെ പ്രധാനമന്ത്രി കഴിഞ്ഞ 6 ഘട്ട പോളിംഗിലും പോളിംഗ് മന്ദഗതിയിലായിരുന്നുകൊണ്ട് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ പോളിംഗ് ഉയർത്തേണ്ടതിൻ്റെ എല്ലാ ജനങ്ങളും, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും, മുഴുവൻ വോട്ടർമാരും വോട്ട് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി തന്നെ ജനങ്ങളോട് സംവദിക്കുകയുണ്ടായി. അതിൻ്റെ സാഹചര്യത്തിൽ കൂടിയായിരിക്കണം ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ചും വാരണാസിയിൽ മോദി മത്സരിക്കുന്നു. മോദിയുടെ സ്വന്തം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ പോളിംഗ് കുറവായിരുന്നതിൻ്റെ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ, വോട്ടർമാർ വോട്ട് ചെയ്യേണ്ട സാഹചര്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയുണ്ടായി. അതൊക്കെ കൊണ്ട് തന്നെയാകണം ഇത്തവണ 50%-ലേക്ക് 1 മണിയോടുകൂടി തന്നെ 50%-ലേക്ക് പോളിംഗ് എത്തുകയാണ്. ഇത് ഈ കഴിഞ്ഞ 6 ഘട്ടങ്ങളിലും ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ 6ാം ഘട്ടത്തിൽ പോളിംഗ് വർദ്ധിക്കും. അത് പ്രത്യേകിച്ചും BJPക്ക് അതിൻ്റെ ഒരു ആവശ്യം കൂടിയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, മണ്ഡിയിൽ കങ്കണ റണാവത്ത് മത്സരിക്കുന്നു. ബംഗാളിൽ ജാദവ്പൂരിലടക്കം SFIയുടെ നേതാക്കന്മാർ മത്സരിക്കുന്നു. ഇതെല്ലാം മനീഷ് തിവാരി കോൺഗ്രസിൻ്റെ നേതാവ് മത്സരിക്കുന്നു. ജാദവ്പൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടക്കുന്നു. ഏതാണ്ട് ഈ 7ാം ഘട്ട പോളിംഗിൽ മികച്ച പോളിംഗാണ് 1 മണിയോടുകൂടി നടക്കുന്നത്. ആതിര. ശരി ശ്രീജിത്ത്.